ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ. നമ്മൾ റോബ്ലോക്സിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇടുമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് റോബ്ലോക്സ് 99 നൈറ്റ്സിൻ്റെ വീഡിയോ ഇടാൻ പോവുകയാണ്. നമ്മൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു കളിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി 31 ഡേയ്സ് സർവൈവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡയമണ്ട്സ് 34 ഞാൻ 3 പേർക്ക് വേണ്ടിയുള്ള ഇതിടാൻ പോയാൽ ഓക്കെ 63 ഡേയ്സുള്ള ഒരുത്തം വന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഒരുത്തരം കൂടി വിളിക്കാൻ പോവുകയാണ്. ഒരാളും കൂടി അയ്യോ ഉറങ്ങി പോകും. ഓക്കെ ഇനി ഒരാളെയും കൂടി വേണം. ഇപ്പോൾ 5 പേരായിരുന്നു എനിക്കറിയാം. ചില 5 പേരെ എടുത്തോളൂ. ഒരുത്തെ 23 റേസ്, ഞാൻ ഇവൻ 31 റേസ്. 31 അല്ല ഞാൻ തന്നെയാണ്. ഓക്കെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ സർവേ ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചാടിച്ചു കൊടുക്കുന്ന പേടി. ഓക്കെ നമ്മൾ അങ്ങനെ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗെയിം ലോഡായിട്ടുണ്ട്. നമുക്കിനി കോൾ ചെന്നെടുക്കണം. ഓക്കെ നമ്മൾ ഈ കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിച്ചെന്ന് മരം വെട്ടാം. എന്തൊരു കഷ്ടമോ പരസ്യം കാണിക്കുന്നത്. ഓക്കെ നമ്മളിതെല്ലാം ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മരം വെട്ടി ഇടാൻ പോവുകയാണ്. ഗൈസ് ഇപ്പം തന്നെ നമ്മൾ ലെവൽ 2 ക്യാൻസർ ആവും. ഓക്കെ നമ്മൾ ലെവൽ 2 ക്യാൻസർ ആയിട്ടുണ്ട്. ഇനി നമ്മളെ പണി നോക്കി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ അടുത്തുള്ള എല്ലാ സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമ്പറിൽ കൊണ്ടിടാം. ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കുന്ത്രണ്ടെല്ലാം നമ്മൾ ഇതുവരെ ഇനി നമുക്കിവിടെ ഓടി 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 എല്ലായിടത്തും നോക്കാം. നമ്മളെ കിടിരക്ഷിക്കേണ്ട കേവ്. ഓക്കെ ഗൈസ് നമ്മളാ ഒരു പ്ലെയിൻ ക്രാഷ് ആക്കണം. ഇവിടെ ആയിട്ടൊരു പെട്ടിയും ഉണ്ട്. ഈ പെട്ടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടാറുണ്ട്. ഞാൻ ഈ പെട്ടി ഓപ്പൺ ചെയ്യാൻ പോയാൽ ഒന്ന് തന്നെ തള്ളിയിടവുണ്ടോ? ഇല്ല. എന്തുവാടേ ഇത് അടിക്കടേ. ഓക്കെ നമ്മൾ കളിച്ചൊരു ഗുഡ് സാക്ക് നല്ലൊരു സാക്ക് കിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒട്ടും സ്റ്റോറേജിൽ ആകെ 5 എണ്ണമേ ഉള്ളൂ. യെസ് പറഞ്ഞത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല. ഇനി നമ്മൾ കളിക്കുക. ഈ വുഡെല്ലാം എടുത്തുകൊണ്ട് ഇടണം. ഓക്കെ ഇനി നമ്മൾക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യണം. അത് എന്നിട്ട് പിന്നെ നമുക്ക് ഒരിതുണ്ടാക്കണം. ഓക്കെ സെറ്റ്. ഇതിപ്പോൾ 6ഉം 5ഉം ക്രാഫ്റ്റിംഗ് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ 4ആയി. അതുകൊണ്ട് ഞാനൊന്ന് മൂടി ചെന്ന് ഒരേ ഒരു സ്ക്രാപ്പ് പിടിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഈ ഉൾഫ് പിന്നെ ഓക്കെ ഞാൻ എൻ്റെ ജീവൻ കൂടി അവളെ ചെയ്യണം. ഓക്കെ ഈ ഉൾഫിൽട്ട് കൊള്ളാം. ഞാൻ തന്നെ എടുത്തു. ഓക്കെ എവിടെ ഇട്ടൊരു ചെസ്റ്റ് കൊണ്ട് അവിടെ നിന്ന് ഇച്ചിരി ഐറ്റംസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഇരിക്കുകയാണ്. ഓക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഐറ്റംസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സംഭവം ഉണ്ടാക്കാം. നമ്മളെന്തുമായിരുന്നു നമ്മൾ ഗുഡ് ബെഡ് ഉണ്ടാക്കാം. റെഗുലർ ബെഡ് മാറിപ്പോയി. നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നത്. നമുക്കറിയാം കണ്ടറിയാം. ബാൻഡേജ് ആര് ചത്താല് നമുക്ക് രക്ഷിക്കാം. ഇനി ഞാൻ ചത്താൽ ഞാനെങ്ങനെ രക്ഷിക്കാം? അവരില്ലേ ഒന്ന് രക്ഷിക്കാനുള്ള. ഓക്കെ ഇതാണ് ഞാൻ ഈ വീട് എത്രയും നേരം തപ്പിക്കൊണ്ട് നടന്നു. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറണം. ഓക്കെ നമ്മൾ കയറി ഈ ചെയർസ് കളക്ട് ചെയ്യാൻ മെയിനായിട്ട് ഇത്രയും നേരം നടന്ന് എഴുതാം. ഓക്കെ നമ്മൾ ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. എല്ലാം ഗുഡ് ആക്സോ സ്പിയറോ എല്ലാം കിട്ടിയാൽ മതി. പിന്നെ ഒരു ബാൻഡേജ്. അത് കുഴപ്പമില്ല. ബാൻഡേജ് നമുക്ക് മെയിനായിട്ട് വേണമെന്നുള്ളൊരു സംഭവം തന്നെ ബാൻഡേജ് ഉണ്ടെങ്കിൽ ഇവന്മാർ രക്ഷിക്കാണ്ടത്തോളൂ. ഓക്കെ റിവോൾവർ ആമോ. ഓക്കെ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ക്യാമ്പറിലോട്ട് പോകും. നമ്മൾ ഒരു കോളും ഒന്നും എടുത്തല്ല. പിന്നെയും വിഷയമില്ല. ക്യാമ്പർ തൊട്ടടുത്താല്ല എനിക്കറിയാം. ഇവിടെ വെളുത്തിരിക്കുന്ന മണ്ണുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മൾ ക്യാമ്പർ അടുത്താണോ. ഓക്കെ ഇതിവിടെ കൊണ്ടുവരാം. 21 വുഡും 16 കണ്ടോ. ഓക്കെ ഇതെടുത്ത് ഓക്കെ സെറ്റ്. നമ്മളിപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആവശ്യത്തിന് വേണ്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ ഞാനിങ്ങനെ എവിടെയെങ്കിലും വെക്കുകയാണ്. സാധനം ഒതുക്കി വെക്കാറില്ല. ഈ പ്രാവശ്യം ഞാൻ വെറുതെ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ ഞാനിവിടെ വെച്ചിട്ട് മാപ്പ് ക്രാഫ്റ്റ് ചെയ്യണം. ഇവന്മാർ ആരും ഒന്ന് മാപ്പ് ക്രാഫ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് മാപ്പ് ക്രാഫ്റ്റ് ചെയ്യാം.
അവിടെ അടുത്ത് ചോർച്ചടിച്ച് പനീസിനൊക്കെ കൊല്ലുന്നുണ്ട്. അമ്മ എൻ്റെ വൂൾഫ് ബെൽറ്റ് എന്ത് ചെയ്യേ? ഓക്കെ, അത് വിഷയമില്ല, ഞാൻ എടുക്കും. വൂൾഫ് ബെൽറ്റ് അമ്മമാരാരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലേ, എൻ്റെ വൂൾഫ് ബെൽറ്റ് കാണാനില്ല. മാപ്പ് ഉണ്ടാക്കാം. മാപ്പ് മെയിനാണ്. നമ്മൾ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം പറഞ്ഞുപോയി. നമ്മളെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങളെ ആഡ് കളിക്കുക. മാക്സ് 116651. ഓക്കെ, ഇതാണ് എൻ്റെ പേര്. പക്ഷേ യൂട്യൂബ് ചാനലിൻ്റെ പേര് വേറെ ഏതാ, അത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ വെച്ചാൽ ട്രീസ് എല്ലാം വളർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ആരും പോരാ, അതുകൊണ്ട് ഞാൻ ബണ്ണി ഫുഡ് ഒപ്പിക്കണം എനിക്ക്. ഇൻഫൂന്ന് മൂലി കിടപ്പുണ്ട്, അതെനിക്ക് എന്താണെന്ന് അറിയാം. ബെൽ ട്രേഡർ വന്നത് ലക്ക് ഞാൻ ഇതെടുത്ത് മാറ്റാൻ പോവേ. ഓക്കെ, ഇത് വെച്ച് ഇത് വാങ്ങിക്കുക. അടുത്തത് വെച്ച് ഈ കുന്ത്രാണവും വാങ്ങിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എക്സ്പ്ലോറിങ്ങിന് പോവാം. എക്സ്പ്ലോറിംഗ് എന്ന് പറയാൻ അങ്ങനത്തെ എക്സ്പ്ലോറിങ് അല്ല, ഇച്ചിരി മരം എല്ലാം വെട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാമ്പറിൻ്റെ ഒട്ടുമില്ല, ചാർജില്ല. എന്തുവാടാ ഗുൾഫിൻ്റെ അടുത്ത് ചാർജ് കൊടുത്തു. ഞാൻ അവൻ എന്തിനാണ് വെറുതെ രക്ഷിക്കാൻ പോയത്. ഇത്രമാണെങ്കിൽ ചാക്കി ഇട്ട് കൊണ്ടുപോകും. എൻ്റെ പാട്ടിന് കുറേ ക്യാമ്പർ ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ റിവൈവ് ചെയ്യാം. എന്തുവായി ഇന്ന് കാണിക്കുന്ന? ഞാൻ എടാ ഇവൻ എങ്ങോട്ടാ? ഞാൻ എന്നെ റിവൈവ് ചെയ്യാൻ സമയം എനിക്ക് മാത്രം റിവൈവ് ചെയ്യാം. ഓക്കെ, നമ്മൾ കളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഡേ എല്ലാം ചെയ്ത് ഇതിപ്പോൾ എത്ര ഇതുണ്ട്? നമുക്ക് 6 എണ്ണം ഉണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പം നൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹംഗ്രിയാണ്. ഞാൻ ഇച്ചിരി വൂൾഫിനെയൊക്കെ അടിക്കുന്നതാണ് നല്ലത്. വൂൾഫ് നമ്മളാണ് എൻ്റെ സ്പിയറായിരിക്കുന്നത്. ലൈഫ് കുറഞ്ഞത് ഞാൻ നേരത്തെ വൂൾഫിനെ കൊല്ലാൻ പോയിരുന്നു, അതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം പച്ചക്കിന്നാകുമ്പോൾ നമ്മളെ ലൈഫ് കുറയും, അതാണ് കുഴപ്പം, വേറെ കുഴപ്പം. പക്ഷേ ഇനി നമുക്ക് വൂൾഫിൻ്റെ അടുത്ത് ചെല്ലാണ്ട് അത്യാവശ്യം ഹങ്കർ ലെവലുണ്ട്. അതുകൊണ്ട് നമുക്ക് ബണ്ണീസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഹങ്കർ ലെവൽ ഇതാക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹങ്കർ ലെവൽ അത് നമ്മൾ നോക്കാനുള്ള ലൈഫാണ് നോക്കാനുള്ള. ലൈഫ് ഇപ്പോൾ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഹങ്കർ ലെവലിന് പകരം നമ്മളെ ബണ്ണീസിനെ പിടിച്ച് ഇതാക്കാൻ പോയത്. അതുപോലെ ലെവൽ 3 ആക്കിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ 9 എണ്ണം കിട്ടിയിട്ട് നമുക്ക് ബെയർ ട്രാപ്സ് ഉണ്ടാക്കാം. ഓക്കെ, ബെയർ ട്രാപ്സ് ഉണ്ടാക്കി നമുക്ക് ഇനി ഇവിടെ ഏതോ ഇത് ഇച്ചിരി ഡിഫൻസസ് സിസ്റ്റം നല്ലത്. നമ്മൾ 4ാമത്തെ ഡേയിൽ കോൾട്ട് സെറ്റാക്കുക. ഇതല്ല 4ാമത്തെ ഡേ, ഇപ്പോൾ 2ാമത്തെ ഡേ ആയുള്ളൂ. 4ാമത്തെ ഡേ എന്ന് പറഞ്ഞാൽ വേറെ ഡേ എന്ന് വെച്ചാൽ ഇതിപ്പം ഡേ ഇൻക്രീസസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ 4ാമത്തെ ഡേ എത്തിയത്. ഞങ്ങൾ ഫുഡ് ഒപ്പിക്കാൻ ഇവിടെ എൻ്റെ വേദന നോക്കി കിണ്ണം വേദന. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒന്ന് പോയി ഇച്ചിരി ഫുഡ് ഒപ്പിച്ചോട്ടെ. പിന്നെ ഏതോ ഒരു റിവോൾവർ കിട്ടി, അത് വെച്ച് കിഡ് രക്ഷിച്ച്. അമ്മമാരനങ്ങത്തത് പോലും ഇല്ല, പിന്നെ എങ്ങനെ? അയ്യോ. ഓക്കെ, ഭാഗ്യത്തിന് നമ്മൾ എല്ലാത്തിനും ഇതാക്കിയിട്ടുണ്ട്. ഏതൊരുത്തിനാണെങ്കിൽ എന്നെ പിറകെ വരുന്നതാണ്, ഞാൻ കണ്ടില്ല. പക്ഷെ അവനെ കടിച്ചപ്പല്ല അറിഞ്ഞ വേറെ ഏതൊരുത്തിൻ്റെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ അവനെ കില്ല് ചെയ്തു. പക്ഷേ എൻ്റെ 3 പ്രാവശ്യം കടികൊള്ളേണ്ടി വന്നു. പണിയായി പോയത്. ഇവന്മാരാരെങ്കിലും എടുത്ത് നിന്നോ എന്തോ. ചാടാ, എനിക്ക് നിന്നോടാ, ഞാൻ വിഷന്നിരിക്കേടാ, ഇച്ചിരി ഫുഡ് കാടാ, ഞാൻ തിന്നോട്ടറാ. ഓക്കെ, നമ്മളങ്ങനെ ഹങ്കർ ലെവൽ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല വുഡുകളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി അവന്മാർ. ഈ വുഡെല്ലാം നമ്മൾ തന്നെ എടുത്തോളാം. നമ്മൾ ഈ വുഡ് വെച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവരാം. ഈ റാഫ്റ്റിംഗ് ബെഞ്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മാപ്പെല്ലാം സോൾഡ് ഔട്ടായി, ഞാൻ വാങ്ങിച്ച് വെച്ചായിരുന്നു. ഓക്കെ, നമ്മൾ സ്ക്രാപ്പ് 5 എണ്ണം ഉണ്ട്. നമുക്ക് ഇനി ഒരു
ഇത് വാങ്ങണോ അല്ലേ? വാങ്ങാം നമുക്ക്. അതാകുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് ഫുഡ് സ്റ്റോറേജ്. ഇത് നമുക്ക് മരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുഡ് മരം അങ്ങനെയുള്ള എല്ലാം സ്റ്റോറേജ് ചെയ്യാം. ഞാൻ ഓടി എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ ഹങ്കർ ലെവൽ ഫുള്ളല്ലേ. ഈ സ്ഥലമാണ് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഇവിടെ ഇച്ചിരി ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്, ക്വാളിറ്റീസ് പയ്യന്മാർ. ഓക്കെ, എനിക്കിപ്പം ഞാനിപ്പോൾ തിരക്കുന്ന മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് കിട്ടുന്നേ ഇല്ല. അതുകൊണ്ട് ഈ ഏരിയയിൽ വരികയാണെങ്കിൽ നല്ല നല്ല ചെസ്റ്റുകൾ കിട്ടും. റയർ ചെസ്റ്റുകളൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഏരിയ നൈസാണ്. പക്ഷേ ലെവൽ 4 ആവണം, എന്നാലേ നമുക്ക് ഫുള്ളി അൺലോക്ക് ആകത്തുള്ളൂ. അങ്ങനെ ലെവൽ 4 ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷെ ഇവിടെ ഉള്ള എല്ലാ സ്ഥലവും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതാണ് പണി ഇപ്പത്താ. അവിടെ 2 ഗോൾഡ്. മോനെ മാറേ ഞാനിപ്പോൾ വരാവേ. കണ്ട അയ്യോ, ഓടറാ ഇമ്മ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ചെന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. പൊട്ടന്മാര് ലാവേ ചെന്ന് കാണിക്കൊടുത്തു. അവനിക്കിത് എന്താണെന്നോ എന്തോ. എന്തായാലും അവന്മാരെന്നെ ഫോളോ ചെയ്തില്ല, അവന്മാരവിടെ പേട്ടിനെ ഓടിച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. എന്നാലും കിട്ടുന്നത് നല്ലതായിരിക്കും എന്തായാലും. പക്ഷേ ഇതിപ്പം ഈ ലേയാണ്, അതുകൊണ്ട് റാമോ എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ക്രോസ്ബോ ഇൻഫിനിറ്റ് ആമോ വെപ്പൺ. സംഭവം ക്രോസ്ബോ, അതുകൊണ്ട് ഞാൻ ഇൻഫിനിറ്റ് ആമോ വെപ്പൺ എടുത്ത്. നമ്മൾ എന്തൊക്കെയൊക്കെ ആയിരിക്കും, ഇച്ചിരി ഐറ്റംസ് ഉണ്ടായാൽ എല്ലാ ഐറ്റംസും കൊണ്ട് ക്യാൻസർ ഇടാം. ക്യാൻസറിലെല്ലാം ഇടാനുള്ളൂ. നമുക്ക് ലെവൽ 4 ക്യാൻസർ ആക്കണം, അതാണ് നമ്മളെ ടാസ്ക്. പക്ഷേ ലെവൽ 4 ക്യാൻസർ ആക്കണമെങ്കിൽ വേഗം മണി കിട്ടാൻ ചാൻസ് കൊടുത്തലാണ്. അതുകൊണ്ട് ഇവിടെ 2 ഗോൾഡ് അവിടുത്തല്ലേ എനിക്ക് ക്രോസ് പോണ്ടല്ലേ. ഓക്കെ, ഞാൻ അവന്മാരൊക്കെ 8 മണി കൊടുക്കാൻ പോയത്. ഭീകര നമ്മളിപ്പോൾ ഈ ഗോൾഡസിനെ കൂടി ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇച്ചിരി അടുത്ത് പോകണം, എന്നാൽ നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അവന്മാരെ നമ്മളെ പിറകെ ഓടി വരെയാണ്. ഞാൻ റീലോഡ് ചെയ്തടിക്കുക ഇച്ചിരി കൂടിയും വേഗത്തിൽ. മറ്റേ ഗോൾഡസ് ഇച്ചിരി കൂടിയും പാടാണ്. അതുകൊണ്ട് ഇനി നമുക്ക് സ്പീർ വെച്ചടിക്കാം ഈസിയായിട്ട്. ഇത്രയും നമ്മൾ വേഗത്തിൽ കൊന്ന്. ഇനി നമുക്ക് ഇവിടുന്ന് ഇച്ചിരി സംഭവങ്ങൾ എടുക്കണം. ഡീർ നമ്മളെ പിറകെ ഉണ്ടെങ്കിൽ മണി കിട്ടും. അതുകൊണ്ട് ഞാൻ വേഗം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ കോൾഡിസിനെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. വേഗം നമ്മൾ ക്യാമ്പറിലോട്ട് വിടാമെന്ന് വെച്ചപ്പം അധികം ഇതുണ്ട്. ഞാൻ എടുത്തോന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അധികം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. ഓക്കെ, നമ്മളെ ഇവിടെ കൊണ്ടുവരാം. നമ്മൾ ഇതില്ലേ മീറ്റിയേഴ്സ്. ഓക്കെ, നമുക്ക് ഇത്തിരി ട്രാപ്സ് ഉണ്ടാക്കണം. ട്രാപ്പാണ് ഞാൻ മെയിനായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും അസുഖം ഇവിടെ ഫുള്ള് ഇതൊക്കെയൊക്കെ ആക്കി വെച്ചേക്കാണ്. ഞാൻ നാളെ വരുമ്പോൾ ഇവന്മാരെയൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് നമുക്ക് ട്രാപ്സ് വെച്ച് കൊടുക്കാം. ഇതേ കൂടി അങ്ങ് കയറി അങ്ങന്മാർ പൊയ്ക്കോളും. ഓക്കെ, ഇവൻ്റെ എന്തിരി പേരുടെ ഇവൻ എവിടെ നിന്നാണോ എന്തോ ഗോൾഡൻ ചെസ്റ്റ് കണ്ടുപിടിച്ചത്. ഗോൾഡൻ ചെസ്റ്റിന് മാത്രമല്ല ഇത് കിട്ടത്തുള്ളൂ. ഞാനൊന്ന് ഇച്ചിരി എക്സ്പ്ലോറിങ്ങിന് പോയാ. അവൻ എവിടുന്ന് ഗോൾഡൻ ചെസ്റ്റ് കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്തില്ലേ. ഇതെനിക്ക് അറിയാം എന്നാണ് നടക്കാൻ പോകുന്നത്.
ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. നമുക്കത് മെയിനാണ് എക്സ്പ്ലോറിങ്. എന്താ ഇവിടെ ആൽഫ ഉൾസ് എല്ലാം കാണും മിക്കവാറും ലെവൽ 3 ക്യാൻസർ. ബിക്കോസ് ആൽഫ ഞാൻ ഫസ്റ്റ് സ്ക്രീൻ ഇടാൻ പറഞ്ഞു. ഫസ്റ്റ് സ്ക്രീൻ ഇടാൻ ഇച്ചിരി കൂടി സ്മൂത്താണ്. പക്ഷേ ഇപ്പോൾ പണി കിട്ടി. എനിക്കിതിൻ്റെ ആവശ്യമൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഇതെടുക്കാൻ പോവേ. ഓക്കെ, നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഹംഗറി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് ഉണ്ട്. ഈ ചെസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല. പക്ഷെ മറ്റവന്മാരെല്ലാം ഇത് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ഇവന്റ് ഇഷ്ടപ്പെടില്ല. ഇത് ഈവൻ്റ് ഇടയ്ക്ക് അതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ ഈ വീടെല്ലാം വന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് ഈ നമ്മളെ ഇത് നമ്മൾ. പക്ഷെ ഇവിടെയൊക്കെ ചെസ്റ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. ചെസ്റ്റ് മാത്രം കിട്ടിയാൽ മതി, എല്ലാം കിട്ടും. എല്ലാം നല്ല രീതിയിലോ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ ബാൻഡേജോ മെഡിക്കിറ്റ് ബാർബിഡ് വയർ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, ഇത് നമ്മളെ ഇല്ല. ഇത് അത്യാവശ്യം നല്ല. നമ്മൾ മഞ്ഞിൽ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യും. നമ്മളെ കോൾഡ് റെഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ് അത്. ഇവിടെ വുഡൊന്നുമില്ല. ഞാൻ വിചാരിച്ച ആ ചെസ്റ്റ് കണ്ടിട്ട് വുഡാണെന്ന്. ഇവിടെ വന്ന് വിഷയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാമാരും ഇതാക്കാൻ പോയാൽ. ഓക്കെ, ഇവിടെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ടും ഒന്ന് തിന്നേക്കാം. എന്നെ തീറ്റ കൊതിയെന്ന് ആരും വിളിക്കലും എൻ്റെ ഹങ്കർ ലെവൽ ഇതായോണ്ട, അല്ലെങ്കിൽ ഞാൻ ചാവും. അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത്. ഓക്കെ, നമ്മളിപ്പം ഇത്രയും ഡേയ്സ് എത്തിയിട്ടുണ്ട്. നമ്മൾ 12ാമത്തെ ഇന്ന് നമ്മൾ അറ്റാക്ക് നടക്കും. എന്തായാലും അത് തീർച്ചയായും നടക്കും. പക്ഷേ നമുക്കിപ്പം 17 സ്ക്രാപ്പ് ഉണ്ട്. നമുക്ക് ഫുഡ് നമുക്ക് ഇതാക്കിയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഈ ബെഡ് ഉണ്ടാക്കണം. 30 വുഡെങ്കിലും മാക്സിമം വേണം. 15 വുഡ്. നമ്മളിപ്പോൾ 9 വുഡേ ഉള്ളൂ. 15 വുഡും പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു വുഡ് വേണം. 16 വുഡ് നമുക്ക് വേണം. ഈ ഏതൊരുത്തനാണോ ഈ ട്രാപ്പെല്ലാം മുറിച്ച് പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പം നൈറ്റ് തുടക്കം ഇട്ടേക്കാ. ഓക്കെ, നമ്മൾ ഇവിടെ ആണെങ്കിൽ ഈ കിളികളാണ് തോന്നുന്നു പോലെ. അപ്പോൾ കിളികളാണെങ്കിൽ ഇതിലേക്കൂടെ കയറി പോകുന്നത്. കാരണം കിളിയുടെ ലൈഫും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവരാണെങ്കിൽ മാർത്തതും ഇല്ല. കണ്ടോ, ഇത് എന്തൊരു കുഴപ്പമാണ്. എൻ്റെ എല്ലാ സ്പീറുള്ളതുകൊണ്ട് ഞാൻ ഇവന്മാർക്ക് എൻ്റെ ഒറ്റയ്ക്ക് കയ്യിൽ ഇത് പോകാം. ഇതാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടെങ്കിൽ ചാടി കൊടുക്കും. എന്തിടാ മറ്റവൻ അങ്ങോട്ടും കേട്ടോ. ആ സ്പ്രിൻ്റ് എടുത്ത് ഓടാൻ പോയത്. ഓക്കെ, നമ്മൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. മറ്റേ റിവൈവ് ചെയ്യാൻ പോയപ്പോൾ എടുത്ത സമയത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ എടുത്തിടാം. അവിടെ എനിക്ക് ഹങ്കർ ലെവൽ ഉണ്ടല്ലേ. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഇതിലാ ഞാൻ ട്രേഡ് ചെയ്തതുകൊണ്ട് പിന്നെയും വിഷയമില്ല. പക്ഷേ ഇപ്പോൾ 95 ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് 95 കിട്ടിയല്ലേ. ഞാൻ ട്രാഫിക് അറിയാനും കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം ലൈഫുണ്ട്. 96 ആയിരുന്നു. നമുക്ക് ഇനിയും വേണം. സ്പെൽ ട്രെയിലർ വന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ 96 ആയതായിരുന്നു. ഇനി നമുക്ക് മല കഴിയും. അതൊക്കെ മല കഴിയുമ്പോൾ നമുക്ക് ലെവൽ 4 ക്യാൻസർ ആക്കണം. ഫുഡെല്ലാം കിട്ടടിച്ച് പോയി തോന്നുന്നു. ഷീറ്റ് മല ചെയ്തു. ഓക്കെ, ഇന്ന് ഒത്തിരി വുഡെല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ പോയാകുമ്പോൾ നേരത്തെ ഇച്ചിരി സ്റ്റോറേജ് ഉണ്ടാക്കിയില്ല. അത് നമുക്ക് ഓക്കെ എല്ലാം പ്രോ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യണോ വേണ്ടേ നിങ്ങൾ കമൻറ്റ് ഇട്ടേക്ക്. നമ്മൾ ചെറിയ ഷോർട്ടായിട്ടില്ല. നമ്മൾ അടുത്ത പാട്ട് നമ്മൾ സൂണായിട്ടുണ്ട്. നമ്മൾ ഓക്കെ
നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ പോവുകയാണ്. ബൈ.